ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കയറ്റി വെച്ചിരിക്കാം. ഈ വീട്ടിൽ ഗസ്റ്റ് വരില്ലേ, അപ്പൊ അവിടുത്തെ 4 ഡ്രൈവർമാരുണ്ട്. ഡ്രൈവർമാർ പണി ആ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടേ അടുക്കി വെക്കണം. ഗസ്റ്റ് വരുന്ന ടൈമില് എല്ലാരും കാണട്ടെ. ആ 86 വണ്ടി അത്ര കാശാണ്. എന്തിനു വാങ്ങിക്കൊണ്ടിരിക്കല്ലേ, അവർക്ക് ഒരു ഹോബിയാണത്. അവിടെ അങ്ങനെ നിയന്ത്രണമില്ല അല്ലേ? അങ്ങനെ ഷോപ്പിൽ ചെയ്യും. പൈസ കയറിയില്ല അല്ലേ? ഹലോ, സിം ഇപ്പം മാറിയെന്ന് വെച്ചോപ്പോ പോർട്ട് ചെയ്ത ബാക്കി എല്ലാ കണക്ഷനും മാറിപ്പോവോ? ഇല്ലല്ല, അത് നമ്പർ മാത്രമേ മാറുള്ളൂ. ഞാൻ എന്റെ ആഗ്രഹം ഇതാണ്. എന്റെ ഐഡിയ ആയിരുന്നു. അതേ നമ്പറിനെ ഞാൻ പോർട്ട് ചെയ്ത് അതിലേക്ക് ജിയോയിലേക്ക്. പെണ്ണുങ്ങൾ എന്താ വെച്ചാൽ വേഗം പോയിട്ട് അവിടെ തൊട്ടടുത്തൊരു എയർപ്ലെയിൻ ടവർ വന്നു. അവർ വീട്ടിൽ കൂടെ വന്നിട്ട് നല്ല റേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവരെല്ലാം ആ നമ്പർ BSNL നമ്പറാണ്. എയർപ്ലെയിൻ കൊടുക്കുക ഇപ്പൊ അല്ലെ BSNL ആയാലും മതി അല്ലേ? BSNL നല്ല ജിയോ ആണ്. ജിയോ അല്ലേ? ജിയോ സാറ്റലൈറ്റ് ആണ്, എല്ലാ ഭാഗത്തും കിട്ടും. നമുക്ക് ഈ പോകുന്ന വഴിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ചില സ്ഥലത്ത് എന്റെ ഫോൺ പവർ കുറവാണ്. ഞാൻ 4GB, ഞാൻ 5GB ഉപയോഗിക്കില്ല. ഈ 5G ഫോണിന്റെ പ്രത്യേകത അറിയാം, പിന്നെ നമ്മൾ റേഡിയേഷൻ കൂടുതലാണ്. അതാണ് റേഞ്ച് കൂടുതൽ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഭയങ്കര കേടാണ്. ഈ വാക്സിൻ അടിച്ച് ഇത് ഹാർട്ട് 4G ആണ് ഉപയോഗിക്കുന്നത്. വേറെ അവന് കമ്പനി ജോലിയുള്ളതുകൊണ്ട് അവന് 5G വേണം. വേറെ റെഡ്മിന്റെ ഒരു ഫോൺ എടുക്കും. 5G ആകുമ്പോൾ അറിയാം നല്ല റേഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഞാൻ 4G പരമാവധി അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും റേഞ്ചിന് ചെറിയ വിഷയമുണ്ട്. നമുക്ക് വേറെ ചെക്കിംഗ് ഉണ്ടോ? എവിടെ കഴിഞ്ഞില്ല? അത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക.